ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ബിഗ് ടെക് കൂട്ടുകെട്ട് ശ്രമിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ ദേശീയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയെ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞതും ഡീപ് സ്റ്റേറ്റ് ആണ്. പൊടുന്നനെ ഒരു ദിവസം അവിടെ സൈനിക അട്ടിമറി നടക്കുന്നു. ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ എവിടെയും ഇല്ലാതിരുന്ന മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നേതാവായി നിയമിക്കുന്നു. ഇതെല്ലാം കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്നാണ് കരുതപ്പെടുന്നതും. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രതിനിധികളും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസും തമ്മിലുള്ള 2007 മുതൽ ഈ ചങ്ങാത്തം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ 16 വർഷമായി ഈ അമേരിക്കൻ ഗ്രൂപ്പുകൾ മുഹമ്മദ് യൂനിസിലൂടെ അവരുടെ അജണ്ടകൾ നിറവേറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. സാധാരണക്കാർക്ക് ചെറിയ സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് സൃഷ്ടിച്ച ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിന് അമേരിക്ക ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഇതിന്റെ തലപ്പത്തായിരുന്നു ആദ്യം മുഹമ്മദ് യൂനസ് ഉണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് യൂനസിനെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിടുകയും അതും അമേരിക്ക തന്നെയാണ് ചെയ്തത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേക താല്പര്യങ്ങളോട് കൂടിയ ഒരു ഗ്രൂപ്പ്. ആ രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് സ്വന്തം താല്പര്യമുള്ളവരുടെ ഭരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരനും അദ്ദേഹം ഫണ്ട് നൽകുന്ന NGOകളും ഇതേ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടും OCCRP എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയുടെ റിപ്പോർട്ടും US അറ്റോർണി ഈയിടെ അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു. ആ നടപടി എല്ലാം ഇതേ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമായി തന്നെയാണ്. അദാനിയെ, മോദിയെ, യോഗിയെ വീഴ്ത്തുന്നതിലൂടെ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് നൽകുന്ന അജണ്ടകളാണ് മുഹമ്മദ് യൂനിസ് ഇന്ത്യക്കെതിരെ നടപ്പിലാക്കുന്നത്. ഹിന്ദു സൈനികരെ അറസ്റ്റ് ചെയ്തതും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും മോദിക്കും ഇന്ത്യയിലെ സർക്കാരിനുമെതിരെ മുഹമ്മദ് യൂനിസിനെ കൊണ്ട് പ്രസ്താവന നടത്തുന്നതും ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. എല്ലാവരും ഈ ഭരണ അട്ടിമറി ശ്രമങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്നും റിപ്പബ്ലിക് ചാനലിന്റെ എഡിറ്ററായ അർണവ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ താക്കീത് നൽകിയിരുന്നു. ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതും പിന്നീട് മോദിയുടെ നിത്യ തലവേദനയാക്കി മാറ്റാനുമുള്ള തന്ത്രമെല്ലാം തന്നെ US ഡീപ് സ്റ്റേറ്റിൻ്റെതാണ് എന്നാണ് പറയപ്പെടുന്നത്. മോദി ഉൾപ്പെടെയുള്ളവർ ഉപദേശിച്ചിട്ടും US, UK എന്നിവർ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയില്ല എന്നും ഇതേ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി ആയിരിക്കാമെന്നും കരുതപ്പെടുന്നുണ്ട്. ഷെയ്ഖ് ഹസീനെ വിചാരണയ്ക്കായി വിട്ടുതരണമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുഹമ്മദ് യൂനസിനെ കൊണ്ട് നടത്തുന്നതും ഇതിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതേസമയം ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി ഗ്രൂപ്പിന്റെ തലവന്മാരായ 2 പേരുമായി മുഹമ്മദ് യൂനസ് ഈയിടെയാണ് അമേരിക്കയിൽ പോയിരുന്നത്. അവിടെ അദ്ദേഹത്തെ കാത്ത് ബിൽ ക്ലിന്റൺ, ഹിലരി ക്ലിന്റൺ, ബറാക് ഒബാമ എന്നിവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗം സമര നേതാക്കൾ നല്ല കോട്ടും ടൈയും കെട്ടിയാണ് വേദിയിൽ കയറിയതും. അത് അവിടെ വരെ പ്രകീർത്തിക്കാൻ ബറാക് ഒബാമ വരെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഒന്നടങ്കം മോദിക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യയിൽ അമേരിക്കൻ എംബസി പോലും ഇതേ തുടർന്ന് മോദിക്കെതിരെ ആക്റ്റീവായി പ്രവർത്തിച്ചതായും പറയപ്പെടുന്നുണ്ട്. അമേരിക്കൻ നയതന്ത്ര പ്രതിസന്ധികൾ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. കാശ്മീരിൽ ഒമർ അബ്ദുള്ളയെയും ഫറൂഖ് അബ്ദുള്ളയെയും അവർ കണ്ടു. അസറുദ്ദീൻ ഒവൈസിയെ കണ്ടു. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് അമേരിക്കൻ എംബസി പ്രത്യേകം വിളിച്ച് പരിശീലനം നൽകിയിരുന്നു. ഓമന പേരിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാവിയിൽ ഇവരെ മോദി സർക്കാരിനെ അട്ടിമറിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് എന്നും പറയപ്പെടുന്നു. നല്ല ജേർണലിസത്തിനും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ജേർണലിസ്റ്റുകൾക്കും ഡീപ് സ്റ്റേറ്റ് ധനസഹായം നൽകി ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ ഭരണമാറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അവരുടെ പ്രതിനിധിയായി സ്വപ്നം കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അവർ അതിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് അവരുടെ പ്രധാന പ്രതിനിധി എന്ന് പറയുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉടമയായ മാർക്ക് സക്കൻബർഗ് ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള പലരും ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളായാണ് പറയപ്പെടുന്നത്. ഹിലരി ക്ലിന്റൺ, ബിൽ ക്ലിന്റൺ, ബറാക് ഒബാമ എന്നിവരെല്ലാം തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളാണ്. ബംഗ്ലാദേശിനെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണ്, വലിയ രാജ്യമാണ്. അതിനാൽ അട്ടിമറിക്കൽ നടക്കാൻ ഏറെ സമയമെടുക്കുമെന്നും പറയപ്പെടുന്നു. ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരിയെയും അട്ടിമറിക്കുക എന്നത്
ഒരു ദിവസത്തെയോ മാസത്തെയോ ഒരു വർഷത്തെയോ ഒരു പദ്ധതിയല്ല. നിരവധി വർഷങ്ങൾ നീളുന്ന അജണ്ടകൾ മാറ്റി മാറ്റി പ്രയോഗിച്ച് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ അവർ നേടിയെടുക്കുന്നു. സിറിയയിലെ ബാഷർ അൽ അസാദിനെതിരെ എത്രയോ വർഷമായി നടത്തിയ ഡീപ് സ്റ്റേറ്റിന്റെ പോരാട്ടം വിജയത്തിലെത്തിയതും ഈയിടെ മാത്രമാണ്. അതേസമയം ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കും. കുറച്ച് നാൾക്ക് മുൻപേ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാചകമാണിത്. ആദ്യ തവണ നടക്കാതെ പോയ ദൗത്യം ഇക്കുറി ട്രംപ് നടത്താനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. കഴിഞ്ഞ വർഷം ട്രംപ് ഈ നിഗൂഢ രാഷ്ട്രത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു. സർക്കാരിന്റെയും രാഷ്ട്രത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, സ്വാർത്ഥരായ രാഷ്ട്രീയക്കാർ, അഴിമതിക്കാർ എന്നിവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുവാനും രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ നീതി വ്യവസ്ഥയെ ആയുധമാക്കുന്നത് ചെറുക്കാനുമുള്ളതാണ് ഈ പദ്ധതി. ഇതിനായി ഒരു പരിപാടി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. ഞാൻ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ജനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തനിക്കിഷ്ടമില്ലാത്തവരെ പിരിച്ചുവിട്ട് ട്രംപ് അനുകൂലികളെ പ്രതിഷ്ഠിക്കാനാണ് പദ്ധതി എന്നാണ് വിമർശകർ പറയുന്നത്. ആദ്യ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നത്. തന്റെ നയങ്ങൾക്കും സർക്കാരിനുമെതിരെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചതും. 2016 ട്രംപ് ജയിച്ച തിരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെടുന്നുവെന്ന ആരോപണം അന്വേഷിച്ചു തുടങ്ങിയ ശേഷമാണ് ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ സാന്നിധ്യം എടുത്തു പറയുന്നതും. നേരത്തെ 2023 നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കോൺട്രാക്ടർ ആയിരുന്ന എഡ്വേർഡ് എന്ന വ്യക്തി സർക്കാർ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ ചോർത്തുന്നു എന്നതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. 2014 അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അമേരിക്കയിലെ ജനങ്ങൾ പകുതിയോളം പേരും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്തായാലും ട്രംപ് വരുന്നതോടെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയും കേന്ദ്ര സർക്കാർ വെച്ചു പുലർത്തുന്നതും. അതേസമയം ബംഗ്ലാദേശിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നടക്കുന്ന ഹിന്ദു വേട്ടയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് അവിടുന്ന് പുറത്തു വരുന്നത്. വിദേശകാര്യ മന്ത്രാലയമാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവേട്ട അതിരൂക്ഷമായി വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2024 2200-ലധികം കേസുകളാണ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളുമായി ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതേസമയം പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 112 ആണ്. വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ, ഈ കണക്കുകളൊക്കെ വിശദമാക്കുന്നത്. അതേപോലെ ഓരോ വർഷവും തിരിച്ച് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2014 ഏറ്റവും കൂടുതൽ ഹിന്ദുവേട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 2200 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2022 ഏറ്റവും കുറവ് കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 47 ആണ്. 2023 302 എണ്ണവും എന്നിങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2022 241, 2023 വരുമ്പോൾ 103, 2024 വരികയാണെങ്കിൽ 112 എന്നിങ്ങനെയാണ് പാകിസ്ഥാനിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഒക്ടോബർ വരെയുള്ള കേസുകളാണിവ. അതേസമയം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകൾക്ക് ഇന്ത്യ ഒരു മുന്നറിയിപ്പും നൽകിയതായും അതാത് രാജ്യത്തിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒഴികെ മറ്റെവിടെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവേട്ട അടുത്തിടെ ബംഗ്ലാദേശ് ഭരണകൂടം തുറന്നു സമ്മതിച്ചിരുന്നു. ആക്രമികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും യുഎസ് സർക്കാർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അതിരൂക്ഷമായതോടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രയും ധക്ക സന്ദർശിച്ച് ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.